ഗൈസ് ISL-ൽ അങ്ങനെ വീണ്ടും ഒരു സമനില. ഇത്തവണ ഒരു ഗോൾ മഴ വന്നിട്ടുണ്ട്. അതായത് 6 ഗോളുകൾ പിറന്നൊരു മത്സരമാണ്. 3-3 എന്ന നിലയിലാണ് FC ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലുള്ള മത്സരം അവസാനിക്കുന്നത്. സോ എന്താണെങ്കിലും നമുക്കറിയാം കഴിഞ്ഞ 5 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എല്ലാം ഡ്രോ ആണ്. 0-0 ഡ്രോ ഉണ്ട്, 1-1 ഡ്രോ ഉണ്ട്, 2-2 ഡ്രോ ഉണ്ട്, ഇതായിപ്പം 3-3 ഡ്രോ. ഇനിയിപ്പോൾ നാളെ 2 മത്സരമുണ്ട്, അതിന് 4-4 5-5 ഡ്രോ ഒക്കെ ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം 2 ടീമുകളും ഏതാണ്ട് ഒരേ പോയിൻറ്റ്സ് എന്ന നിലയിലൊക്കെ തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ 3 മാച്ചിൽ 4 പോയിൻറ്റ്സ് ആയിട്ട്. സോ ഈ ഒരു സമനിലയോടുകൂടി 2 ടീമുകൾക്കും 5 പോയിൻറ്റ്സ് ആയിട്ട് നിൽക്കുന്നു. 4 മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള സെയിം പോയിൻറ്റ്സ് തന്നെയാണ് ഈ 2 ടീമുകൾക്കും ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്കൊക്കെ പോകുന്നൊരു സമയത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഗോൾ അടിച്ച് തുടങ്ങുന്നത്. അതൊരു ബ്രില്യൻ ഗോളായിരുന്നു. നെസ്റ്റർ എന്ന് പറഞ്ഞ താരം ഈ ഒരു മാച്ചിൽ വന്നൊരു ചേഞ്ചാണ് ഗുല്ലോമോയ്ക്ക് പകരം ആദ്യ 11ലേക്ക് വന്നത്. സോ ആദ്യം ആ ഒരു താരം ആകാശ് സംഗ്വാൻ എന്ന പ്ലെയറെ സ്പീഡ് കൊണ്ട് ബീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ 2 സെൻറ്റർ ബാക്കുകളെ സ്കില്ല് കൊണ്ട് വീഴ്ത്തുന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള ടൈമും സ്പേസും ഒക്കെ കിട്ടുന്ന മൊമെൻറ്റിൽ ഒരു ഷോട്ട് അടിക്കുന്നു. അങ്ങനെയാണ് അവർ മുന്നിലേക്ക് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഗോവയ്ക്കൊക്കെ അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സാദുക്കുവിന് ഒരു നല്ല ചാൻസ്, ഒരു ഓപ്പൺ ചാൻസ് തന്നെ അദ്ദേഹം നഷ്ടമാക്കിയിരുന്നു. അതിനുശേഷം അലാദീനും ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അത് ഒഡയോണിൻ്റെ ഒരു ബ്രില്യൻ ബ്ലോക്കൊക്കെ വന്നിട്ട് ആണ് നഷ്ടമാകുന്നത്. പിന്നീട് ഒരു പെനാൽറ്റി ഇൻസിഡൻ്റ് ആണ്. സോ അവിടെയാണ് അത് കറക്റ്റ് പെനാൽറ്റി തന്നെയാണ്. അർമാൻഡോ സാദുക്കു 1-1 എന്ന നിലയിലേക്ക് എത്തുന്നത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഗോവ തിരിച്ചു വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നൽകി. കാരണം 2-1 എന്ന നിലയിലേക്കാകുന്നു. അർമാൻഡോ സാദുക്കു എഗെയിൻ സ്കോർ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. അത് ആദ്യം ബോറിസ് ആയുഷിന് കൊടുത്തിട്ട് ഒരു പാസ് കൊടുക്കുകയാണ്. അവിടെ സത്യം പറഞ്ഞാൽ 2 ഡിഫൻഡേഴ്സ് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ 2 പേർക്കും ചെയ്യാൻ പറ്റുന്നില്ല. അത് അർമാൻഡോ സാദിക്കുവിലേക്ക് കിട്ടുന്നു. അദ്ദേഹം ബ്രില്യൻ്റായിട്ട് ഫിനിഷ് ചെയ്യുന്നൊരു സാഹചര്യം വരുന്നു. എന്നാൽ അതിന് ശേഷമാണ് എഗെയിൻ നെസ്റ്ററിൻ്റെ 2ാമത്തെ ഗോൾ വരുന്നത്. അത് ജിതിൻ യാതൊരു സ്പേസും ഇല്ലാത്തൊരു മൊമെൻ്റ് എന്ന് തോന്നിച്ചെടുത്താണ് അലാദീൻ ഒരു ബോൾ കൊടുക്കുന്നത്. അത് ഫസ്റ്റ് ടൈം തന്നെ നെസ്റ്ററിന് കൊടുക്കുകയും നെസ്റ്റർ കൃത്യമായിട്ടത് ഒരു ഗോളാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് അലാദീൻ അജ്റായി എന്ന് പറഞ്ഞിട്ടുള്ള താരത്തിൻ്റെ ഒരു സോളോ റണ്ണിലൂടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ ഒരു ഗോള് വരുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം ISL മൊറോക്കൻ താരങ്ങളുടെ ഒരു ആധിപത്യമാണോ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം അലാദീൻ അജ്റായി ISL-ലെ ഈ സീസണിൽ ആദ്യമായിട്ടാണ് കളിക്കാൻ വരുന്നത്. ആദ്യത്തെ മാച്ച് തൊട്ട് ഈ ഒരു 4ാമത്തെ മാച്ച് വരെ എല്ലാ മാച്ചിലും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു റെക്കോർഡ് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 2 അസിസ്റ്റ്, അതായത് 4 മാച്ചിൽ നിന്ന് 6 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇതുവരെ ആയി കഴിഞ്ഞു. ഇപ്പം നമ്മൾ നോവയുടെ കാര്യം എടുക്കുമ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 4 മാച്ചിൽ നിന്ന് 3 ഗോൾ, 1 അസിസ്റ്റും ആ ഒരു ലെവലിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. അതുപോലെയാണ് നോർത്ത് ഈസ്റ്റിൻ്റെയും ഒരു മൊറോക്കൻ താരം പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും 90 മിനിറ്റ് കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റ് ഈ ഒരു തിരിച്ചടി എന്നൊക്കെയുള്ള ലെവലിൽ നിന്ന് 3-2 വിജയിക്കുമെന്നൊരവസ്ഥയിലാണ് ഗുല്ലമോ ഒക്കെ വരുന്നത്. പക്ഷേ ഗുല്ലമോ വന്ന് 1 മിനിറ്റൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി വരുന്ന സാഹചര്യം വന്നു. പിന്നീട് സത്യം പറഞ്ഞാൽ ലിറ്ററലി നോർത്ത് ഈസ്റ്റ് ഒരു 10 പേരായിട്ടൊക്കെയാണ് കളിച്ചതുപോലെ തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു ടച്ച് പോലും അതിന് ശേഷം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അതും ഉള്ളൊരു അവസ്ഥയില്ലായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഈ പറയുന്നത് പോലെ പാർദീപിൻ്റെ ഒരു മുന്നേറ്റം, അത് സോളോ റൺ നടത്താൻ നോക്കി അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് എടുത്തിട്ട് ആണ് ഗോവയുടെ ഒരു ഗോൾ. ബോർഹ ഹെറേര ഒരിക്കൽ കൂടി ഗോവയ്ക്ക് വേണ്ടി വല കുളിക്കുന്നു. ആ ഒരു മത്സരം 3-3 എന്ന നിലയിൽ അവസാനിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർഡ് ലക്കാണ്. കാരണം ലാസ്റ്റ് മിനിറ്റ് വരെ ആ ഒരു ലീഡ് എടുത്ത് നിന്നിട്ട് അഡീഷണൽ ടൈമിൽ ഒരു മത്സരം കൈവിടുക എന്നുള്ളത് ഈ മത്സരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു റെഡ് കാർഡ് പറഞ്ഞിട്ടുള്ള മത്സരം എന്നുകൂടി വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മാച്ചിൽ നോർത്ത് ഈസ്റ്റിന് റെഡ് കാർഡ് കിട്ടിയിരുന്നു അഷീറിനപ്പം. അത് പിന്നീട് കമ്മിറ്റി ആക്ഷൻ എടുക്കാണ്ട് പുതിയ റൂള് വന്നിട്ടുണ്ടല്ലോ, അത് പോയിരുന്നു. ഈ മത്സരത്തിൽ സസ്പെൻഷൻ ഇല്ലാതെ അഷീറിന് കളിക്കാൻ പറ്റിയിരുന്നു. സോ ഈ നെക്സ്റ്റ് വൺ ഐ തിങ്ക് അങ്ങനൊരു സാധ്യത ഇല്ല. ഐ തിങ്ക് അത് റെഡ് കാർഡ് തന്നെയാണ് അങ്കിത്തിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 പേരും പറഞ്ഞാൽ ഒരു എൻഡ് ടു എൻഡ് ഗെയിം എന്നൊക്കെ പറയാം. പക്ഷേ കൂടുതൽ ചാൻസസ് കിട്ടിയത് FC ഗോവയ്ക്ക് തന്നെയാണ്. ഇത് കൂടുതൽ കൺവേർട്ട് ചെയ്യാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ പറഞ്ഞ പോലെ ഒരു വിജയം സ്വന്തമാക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റിന് കിട്ടിയ അവസരങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് മുതലാക്കി എപ്പോഴത്തെയും പോലെ അവസാന നിമിഷങ്ങളിൽ അവർക്ക് ഗോൾ വഴങ്ങേണ്ട ഒരു സാഹചര്യം ഈ ഒരു മത്സരത്തിലും വന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഗോൾ, അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു KBFCക്ക് എതിരെ അവർ മുന്നിൽ നിന്നിട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്തു.
അതിനുശേഷം മുമ്പും മോഹൻ ബഗാനെതിരെ ഇതുപോലെ മുന്നിൽ നിന്നിട്ട് പോയിന്റ് മുഴുവനായിട്ടും ഡ്രോപ്പ് ചെയ്തു. ഇതിപ്പം ഗോവയ്ക്കെതിരെയുള്ള ഒരു മത്സരത്തിലും ജയിച്ച് നിന്നിട്ട് പിന്നീട് ഒരു പോയിൻ്റായിട്ട് മാത്രം പോകേണ്ട സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ദി കേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ സൂചിച്ചാലും കമ്പോസ് ചെയ്യാൻ